നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പ്രഷർ കുക്കറിൽ ഒരു പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട ശേഷം 4 ചെറിയ ഉള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് എല്ലാ പച്ചക്കറികളും വെണ്ടയ്ക്കയും തക്കാളി ഉൾപ്പെടെ എല്ലാ പച്ചക്കറികളും ഏകദേശം ഒരേ വലുപ്പത്തിന് തന്നെ അരിഞ്ഞെടുത്തത് ഇതിലേക്കിട്ട് ഒന്ന് വഴട്ടിയെടുക്കുക. ഒന്ന് വേണ്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും, കരിഞ്ഞു പോകാതെ. അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് സംഗീതാസ് ഹോംലി റെസിപ്പീസിൻ്റെ സാമ്പാർ പൗഡർ 3 സ്പൂണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന 3 സ്പൂൺ ഇട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റി ഈ മലക്കറിയിലൊക്കെ കൂട്ട് പിടിച്ച് വരുന്ന സമയത്ത് പുളി ചേർക്കുന്നെങ്കിൽ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പരിപ്പും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം അടി പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവറായിട്ടുണ്ടിരിക്കും. നല്ലൊരു സാമ്പാറിൻ്റെ മണമൊക്കെ വരും. അപ്പോൾ കണ്ടോ, വെണ്ടയ്ക്കൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, തക്കാളിയൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഇനി നന്നായിട്ട് വേവിക്കണം എന്നുള്ളതൊക്കെ പ്രഷർ കുക്കറിലിട്ട് ജസ്റ്റ് ഒരു വിസിലെടുത്ത് അടിച്ചാൽ മതിയാകും. അതിനുശേഷം മല്ലിയിലേക്ക് ഇട്ട് നമുക്ക് സാമ്പാർ തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഉണ്ടെങ്കിൽ അപ്പം തന്നെ 2 ഇഡ്ഡലി എടുത്ത് ഈ സാമ്പാറും കൂട്ടി കഴിച്ചിട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. സൂപ്പർ ഈസി ടേസ്റ്റി സാമ്പാർ.